ഹായ് ഗൈസ്, കുട്ടൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. വർക്കലയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കിഡിലൻ സ്പോട്ടാണ് നമ്മളെ പാവനാശം ബീച്ച്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ബലിതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ വിദേശികളാണ് ഇവിടെ വരുന്നത്. അവർക്ക് താമസിക്കാൻ റിസോർട്ടും ഇവിടെ സജീവമാണ്. അപ്പോൾ നമ്മളിന്ന് പാവനാശം ബീച്ചിലോട്ടാണ് പോകുന്നത്. ചേച്ചിയും അമ്മയും കൂടെ നേരെ മുമ്പോട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ബേക്കിൽ നിന്ന് വരുന്നേ ഉള്ളൂ, ഞാനും അച്ഛനും കൂടി. ഇവിടെ നേരെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ലോഡ്ജുകളും പിന്നെ ഒരുപാട് കടകളും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഞായറാഴ്ചയാണ് പോയത്. ഈ ഞായറാഴ്ച ഉള്ള ദിവസം വർക്കലയുള്ള എല്ലാവരും ഇവിടെ മിക്ക ഞായറാഴ്ചകളും എല്ലാവരും ഇവിടെയാണ് വരാറ്. കുട്ടികളെ ആകർഷിപ്പിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങളും കുതിര സവാരികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഒരു വൈകുന്നേരത്താണ് പോയത്. നല്ല വ്യൂ ആയിരുന്നു, ആകാശത്തൊക്കെ നല്ല സൂര്യ അസ്തമിക്കാറായ ഒരു ടൈമിലാണ് നമ്മൾ പോയത്. സൂര്യാസ്തമനവും നമ്മൾ കണ്ടു. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ഞാനും അച്ഛനും കൂടെ ആ കുതിര സവാരീൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അതിൽ കുതിര സവാരിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ച ദിവസങ്ങളും നമ്മൾ വരുന്ന എല്ലാ ദിവസങ്ങളും ഇവിടെ ആൾക്കാർ കൂടുതലാണ്. രാവിലത്തെക്കാട്ടും വൈകിട്ട് സന്ധ്യയ്ക്കാണ് കൂടുതൽ ആൾക്കാർ. ഞാൻ അവിടെ കിടന്ന് ഫോണിൽ കളിക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ. നല്ല വ്യൂ ആയിരുന്നു. സന്ധ്യ ആവും തോറും അവിടുത്തെ ഒരു വ്യൂ കൂടിയാണ് വരുന്നത്. അമ്മയും കൂടെ അവിടെ ബീച്ചിൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണി 7:30 ആയ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനെ നേരെ നമ്മൾ ഒരു ഹോട്ടലിലോട്ട് പോകാമെന്നാണ് വെച്ചിരിക്കുന്നത്. അതും വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് പോകാമെന്നാണ് നമ്മൾ വെച്ചത്. അങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് പോവുകയാണ് നമ്മൾ. അവിടെ നമ്മൾ മസാല ദോശ കഴിക്കാമെന്നാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ മസാല ദോശയൊക്കെ വാങ്ങി ചായയും മസാല ദോശയും കഴിക്കാമെന്നാണ് വെച്ചാൽ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇത് സൂപ്പർ ഹോട്ടലാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നത്. നമ്മൾ എപ്പോൾ ബീച്ചിൽ പോയാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാവുന്നൊരു പതിവാണ്. അങ്ങനെ നമ്മൾ മസാല ദോശ വന്നിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു കൊതിയോടെയാണ് നമ്മൾ വാങ്ങി കഴിച്ചത്. ഞാൻ അവിടെ ആണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കുന്നതൊന്നും ശ്രദ്ധിച്ചില്ല, ഭയങ്കരമായിട്ട് കഴിച്ചു. ബില്ല് വന്നപ്പോഴേക്കും അച്ഛനൊക്കെ നമ്മൾ ചിരിയായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു കൊച്ചു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.